നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. പ്രതി പറഞ്ഞ കഥ വിശ്വസിച്ച് മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത് കണ്ട് ജയിലിലിരുന്ന് സാക്ഷാൽ പൾസ് സുനി പോലും ഒരുപക്ഷെ ഇപ്പോൾ ചിരിക്കുന്നുണ്ടാകുമെന്ന് നടി കാവ്യ മാധവൻ. ഒരു പ്രതി പറയുന്ന വാക്കുകൾക്ക് വില കൽപ്പിക്കുന്ന മാധ്യമങ്ങൾ കുട്ടിക്കാലം മുതൽ അറിയാവുന്ന തന്നെയും കുടുംബത്തെ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്നും കാവ്യ തുറന്നടിച്ചു. നാളെ സത്യം പുറത്തുവന്ന് തങ്ങളെല്ലാം നിരപരാധികളാണെന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്തുന്നത് കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടുന്നതല്ല മാധ്യമങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയ മുറിവെന്നും അവർ ചൂണ്ടിക്കാട്ടി. മാധ്യമങ്ങളിലും മാധ്യമ പ്രവർത്തകരിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. എപ്പോഴും അവരോട് സഹകരിച്ച താരങ്ങളെ തന്നെയാണ് ഇപ്പോൾ മനഃപൂർവ്വം വേട്ടയാടുന്നത്. മാധ്യമ വാർത്തകൾക്കെതിരെ അന്വേഷണ ഉദ്യോഗസ്ഥന് പോലും കഴിഞ്ഞ ദിവസം പ്രതികരിക്കേണ്ടി വന്നതിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണെന്നും കാവ്യ പറഞ്ഞു. സഹോദരൻ ഓസ്ട്രേലിയയിൽ നിന്ന് ഫാഷൻ ഡിസൈനിങ് പഠനം പൂർത്തിയാക്കി വന്നു തുടങ്ങിയതാണ് ലക്ഷ്യ എന്ന വസ്ത്രസ്ഥാപനം. ഓൺലൈൻ വഴിയാണ് ഇതിന്റെ വിപണനമെന്നിരിക്കെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തത് വഴി അവന്റെ കരിയർ കൂടിയാണ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പേരെങ്കിലും പരസ്യപ്പെടുത്താതിരിക്കാമായിരുന്നു. ഒന്നും ഒളിച്ചു വെക്കാനില്ലാത്തത് കൊണ്ടാണ് CCTVയുടെ ഹാർഡ് ഡിസ്ക് വരെ സന്തോഷത്തോടെ പോലീസിന് നൽകിയത്. റേറ്റിംഗിന് വേണ്ടി പരസ്പരം മത്സരിക്കുന്ന മാധ്യമങ്ങൾക്ക് സ്വയം ഇരകളായി മാറുന്ന അവസ്ഥയുണ്ടാകുമ്പോഴേ ഇതിന്റെ വേദന മനസ്സിലാകൂവെന്ന് താരം പറഞ്ഞു. വീട്ടിൽ കിടന്നുറങ്ങുന്ന താൻ ഒളിവിലാണെന്ന് വരെ പ്രചരണമുണ്ടായി. തിരിച്ചു പ്രതികരണം നടത്താതിരുന്നത് റേറ്റിംഗിനായി മത്സരിക്കുന്നവർക്ക് വീണ്ടും റേറ്റിംഗ് കൂട്ടാൻ അവസരമൊരുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. കാവ്യ നിലപാട് വ്യക്തമാക്കി. കുടുംബ സുഹൃത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം. ഒരു ദിവസം വീട് പൂട്ടി പുറത്തു പോകാനിറങ്ങിയപ്പോൾ മാധ്യമ പ്രവർത്തകർ വീടിന് മുൻപിൽ തമ്പടിച്ചിരിക്കുന്നത് കണ്ടു. ചോദിച്ചപ്പോൾ പോലീസ് വരുന്നുണ്ടെന്ന് പറഞ്ഞതായി കാവ്യയുടെ മാതാപിതാക്കൾ പറഞ്ഞു. പോലീസ് വരട്ടെ എന്നു കരുതി ഏറെ നേരം കാത്തുനിന്നെങ്കിലും ആരും വന്നു കണ്ടില്ല. ഇതെല്ലാം എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും കാവ്യയുടെ പിതാവ് മാധവൻ പറഞ്ഞു. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.